ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് ബി പ്രകാരമുള്ള കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യനുകളുടെ ആൻസർ കീയാണിത്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആയിരുന്നു താഴെ കൊടുത്തിരിക്കുന്നവയിൽ തെറ്റായ ജോഡി കണ്ടെത്തുക എന്നുള്ളത്. അതിൻ്റെ ശരിയായ ആൻസർ ഓപ്ഷൻ ഡി ആണ്, 4 മാത്രം. കാരണം ഓടക്കുഴൽ അവാർഡ് 2024 നേടിയത് ഡി വിനയചന്ദ്രൻ അല്ല, PN ഗോപികൃഷ്ണനാണ്. കവിത മാംസഭോജി ആണ് എന്ന അദ്ദേഹത്തിൻ്റെ കവിതാ സമാഹാരത്തിനാണ് അദ്ദേഹത്തിന് ഓടക്കുഴൽ അവാർഡ് ലഭിച്ചത്. 2024 എഴുത്തച്ഛൻ പുരസ്കാരം NS മാധവനായിരുന്നു. അദ്ദേഹം മലയാള ഭാഷയ്ക്ക് നൽകിയ സംഭാവനകളെ പരിഗണിച്ചുകൊണ്ട്. വയലാർ അവാർഡ് 2024 നേടിയത് അശോകൻ ചരുവിൽ തന്നെയാണ്. അദ്ദേഹത്തിൻ്റേത് 48ാമത്തെ വയലാർ അവാർഡാണ് കാട്ടൂർക്കടവ് എന്ന് പറയുന്ന കൃതിക്ക്. കേരള ജ്യോതി പുരസ്കാരം 2024 നേടിയത് MK സാനു തന്നെയായിരുന്നു. അദ്ദേഹവും മലയാള ഭാഷയ്ക്ക് നൽകിയ സമഗ്ര സംഭാവന പരിഗണിച്ചുകൊണ്ടാണ്. നമ്മുടെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആയിരുന്നു 2024 നടന്ന ബ്രിക്സ് ഉച്ചകോടിയുമായി ബന്ധപ്പെട്ട താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായതേത്? ശരിയായ ഓപ്ഷൻ ആൻസർ ഡി ആണ്, 1ഉം 4ഉം മാത്രം. 16ാമത്തെ ഉച്ചകോടിയാണ് കസാനിൽ നടന്നത്. കസാൻ എന്ന് പറയുന്നത് ചൈനയിലല്ല, റഷ്യയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ബ്രിക്സിൻ്റെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് ചൈനയിലെ ഷാങ്ഹായി ആണ്, ന്യൂഡൽഹിയിലല്ല. അതുപോലെ 2009 ബ്രിക്സ് രൂപം കൊണ്ടത്. അതുകൊണ്ട് തന്നെ 1ഉം 4ഉം ആണ് ശരിയായ ആൻസറുകൾ. നമ്മുടെ 6ാമത്തെ ക്വസ്റ്റ്യൻ ആയിരുന്നു കൊച്ചി മെട്രോയുമായി ബന്ധപ്പെട്ട് താഴെ കൊടുത്ത പ്രസ്താവനകളിൽ ശരിയായതേത്? ഓപ്ഷൻ സി ആണ് ശരിയായ ആൻസർ. 1ഉം 2ഉം 3ഉം മാത്രമാണിതിൽ ശരിയായത്. കൊച്ചി മെട്രോ ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് 2017 ജൂൺ 17-നാണ്. അതുപോലെ KMRL ആണ് ഇതിൻ്റെ പ്രവർത്തന ചുമതല വഹിക്കുന്നത്. കൊച്ചി മെട്രോ റെയിൽ ലിമിറ്റഡ്. കൊച്ചി മെട്രോ റെയിൽ ലിമിറ്റഡ് എന്ന് പറയുന്നത് സ്റ്റേറ്റ് ഗവൺമെൻറ്റും കേന്ദ്ര നഗരവികസന മന്ത്രാലയവും സംയുക്തമായി രൂപീകരിച്ചതാണ്. കൊച്ചി മെട്രോയുടെ അനുബന്ധ ജലപാത പദ്ധതിയാണ് കൊച്ചി വാട്ടർ മെട്രോ. അതുപോലെ ഇന്ത്യയിലെ 18ാമത്തെ മെട്രോ റെയിൽവേ ആണെന്നുള്ളത് തെറ്റാണ്. ഇന്ത്യയിലെ 8ാമത്തെ മെട്രോ റെയിൽവേ ആണ് കൊച്ചി മെട്രോ. ക്വസ്റ്റ്യൻ നമ്പർ 7. 2024 സാഹിത്യത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ച ഹാൻകാങ്ങിനെ കുറിച്ചുള്ള താഴെ കൊടുത്ത പ്രസ്താവനകളിൽ ശരി ഏത് എന്നുള്ളതാണ്. ശരിയായ ഓപ്ഷൻ ആൻസർ ഡി ആണ്, എല്ലാം ശരിയാണ്. സാഹിത്യത്തിന് നോബൽ ലഭിക്കുന്ന ആദ്യത്തെ ദക്ഷിണ കൊറിയൻ സ്വദേശിയാണിവർ. സാഹിത്യ നോബൽ നേടുന്ന ആദ്യത്തെ ഏഷ്യൻ വനിതയാണ്. അതുപോലെ 18ാമത്തെ വനിതയുമാണ്. ദി വെജിറ്റേറിയൻ എന്ന നോവലിന് മാൻ ബുക്കർ പുരസ്കാരം നേടി. 2016 ഇൻ്റർനാഷണൽ ബുക്കർ പ്രൈസ് അവർക്ക് ദ വെജിറ്റേറിയൻ എന്ന് പറയുന്ന നോവലിന് ലഭിച്ചത്. ദി വൈറ്റ് ബുക്ക് അവരുടെ ആത്മകഥാപരമായ രചനയാണ്. ശരിയാണ്, ദ വൈറ്റ് ബുക്ക് എന്ന് പറയുന്നത് അവരുടെ ആത്മകഥാപരമായ രചനയാണ്. കൂടാതെ സോളിലെ ശീതകാലം, റെഡ് ആങ്കർ, ഫ്രൂട്ട്സ് ഓഫ് മൈ വുമൺ, ഫയർ സലമാൻഡർ എന്നിവയും അവരുടെ കൃതികളാണ്. 12ാമത്തെ ക്വസ്റ്റ്യൻ ആയിരുന്നു മേൽക്കൂര മഴവെള്ള ശേഖരണം നിയമമൂലം നിർബന്ധമാക്കിയ ആദ്യത്തെ സംസ്ഥാനം. അത് തമിഴ്നാടാണ്. ഓപ്ഷൻ സി തമിഴ്നാടാണ് കറക്റ്റ് ആൻസർ. 20ാമത്തെ ക്വസ്റ്റ്യൻ ആയിരുന്നു നഗര ഗാർഹിക അവശിഷ്ടങ്ങളിൽ നിന്നും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ അർബൻ വേസ്റ്റ് മാനേജ്മെൻറ്റ് സംവിധാനം നടപ്പിലാക്കിയ നഗരം. ഓപ്ഷൻ എ അഹമ്മദാബാദ് ആണ് ശരിയായ ആൻസർ. 34ാമത്തെ ക്വസ്റ്റ്യൻ ആയിരുന്നു 2024 ബ്രിക്സ് സമ്മേളനം നടന്നതെവിടെ? ശരിയായ ആൻസർ ഓപ്ഷൻ എ ആണ്, റഷ്യ. റഷ്യയിലെ കസാനിലാണ് 2024 ബ്രിക്സ് ഉച്ചകോടി നടന്നത്. അത് 16ാമത്തെ ഉച്ചകോടിയായിരുന്നു നടന്നത്. 36ാമത്തെ ക്വസ്റ്റ്യൻ ആയിരുന്നു 2024 ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന നിയമസഭാ മണ്ഡലങ്ങൾ. ഓപ്ഷൻ ഡി പാലക്കാട്, ചേലക്കര എന്നിവയാണ് ശരിയായ ആൻസറുകൾ. പാലക്കാട്ട് നിന്നും രാഹുൽ മാങ്കൂട്ടവും ചേലക്കരയിൽ നിന്നും UR പ്രദീപുമാണ് തിരഞ്ഞെടുക്കപ്പെട്ടത്. 38ാമത്തെ ക്വസ്റ്റ്യൻ ആയിരുന്നു 2024 കേരളപ്രഭ പുരസ്കാരം നേടിയവർ. ശരിയായ ആൻസർ ഓപ്ഷൻ സി ആണ്, S സോമനാഥ്, ഭുവനേശ്വരി എന്നിവർക്കാണ് കേരളപ്രഭ പുരസ്കാരം ലഭിച്ചത്. 2024 കേരള ജ്യോതി പുരസ്കാരം MK സാനുവിനും കേരള ശ്രീ പുരസ്കാരം സഞ്ജു സാംസണുമാണ് ലഭിച്ചത്. 42ാമത്തെ ക്വസ്റ്റ്യൻ ആയിരുന്നു കേരള സംസ്ഥാന ജലവിഭവ വകുപ്പ് മന്ത്രി ആരായിരുന്നു എന്നുള്ളത്. ഓപ്ഷൻ ബി റോഷി അഗസ്റ്റ്യനാണ് ശരിയായ ആൻസർ. K കൃഷ്ണൻകുട്ടി വൈദ്യുതി വകുപ്പ് മന്ത്രിയാണ്. P പ്രസാദ് കൃഷി വകുപ്പ് മന്ത്രിയാണ്.
ചിഞ്ചു റാണി മൃഗസംരക്ഷണ വകുപ്പ് ഡയറി ഡെവലപ്മെൻറ്റ് മന്ത്രിയാണ്.